ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേലിനെതിരെ കൽദയർ വരും എന്നുള്ള പ്രവചനം ദൈവം ഹബക്കൂക്കിന് നൽകുന്നതാണ്. ഇസ്രായേലിനെതിരെ കൽദയർ വരുന്നത് ഇസ്രായേലിൻ്റെ പാപങ്ങൾ നിമിത്തമാണ് കൽദയർ വരുന്നത്. പക്ഷേ ഇവിടെ നാം നോക്കുമ്പോൾ കൽദയർ ഇസ്രായേലിനേക്കാൾ ഒട്ടും നല്ലവരല്ല. കൽദയർ ഇങ്ങനെ ചെയ്യുന്നതിന് അതുകൊണ്ട് തന്നെ അതിൻ്റെ ശിക്ഷ കൽദയർ പിന്നെ അനുഭവിക്കും എന്നും ആ ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഇവിടെ ഇസ്രായേൽ നിഗളിച്ചു, ഇസ്രായേൽ പാപം ചെയ്തതുകൊണ്ട് ഇസ്രായേലിനെ ഡിസിപ്ലിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ ദൈവത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് കൽദയർ ഇസ്രായേലിനെതിരെ വരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തിൻ്റെ ഹിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ അല്ല ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കും പ്രശ്നങ്ങൾ വരാം. യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. അതെ, നിങ്ങൾ ഇപ്പോൾ സുഖകാലത്താണ് ജീവിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സുഖം നിങ്ങൾക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ പാടി സ്തുതിക്കണം. നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ കൂടുതൽ നേരം ഇരിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ നമുക്ക് വീണ്ടും നോക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് നെബൂഖദ്നേസർ രാജാവ് നിഗളിക്കുന്നത് കാണുവാൻ സാധിക്കും. നെബൂഖദ്നേസർ രാജാവ് നിഗളിക്കുന്ന സമയത്ത് നെബൂഖദ്നേസർ രാജാവിനൊരു സ്വപ്നം ഉണ്ടാകുന്നു. ദാനിയേൽ അത് വ്യാഖ്യാനിച്ച് ദൈവമാണ് വലിയവൻ എന്ന് നെബൂഖദ്നേസർ മനസ്സിലാകുന്നത് വരെ നെബൂഖദ്നേസറെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും എന്നായിരുന്നു ആ പ്രവചനം. അത് നിവർത്തിയാവുകയും ചെയ്തു. ഇതുപോലെ തന്നെ അവിടെ നെബൂഖദ്നേസറിനുണ്ടായിരുന്ന നിഗളമാണ്. നമ്മുടെ ജീവിതത്തിലും നിഗളം നമ്മിൽ നിന്ന് ഒഴിഞ്ഞിരിക്കട്ടെ. നമ്മളുടെ ജീവിതത്തിലും പാപങ്ങൾ നമ്മിൽ നിന്ന് ഒഴിഞ്ഞിരിക്കട്ടെ. ദൈവദത്തമല്ലാതെ നമ്മളിൽ ഒരു കഷ്ടവും വരാൻ പാടില്ല. ആമേൻ. ദൈവനാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശുവപ്പ അങ്ങ് അനുവദിക്കാതെ യേശുവപ്പ ഒരു കഷ്ടവും ഞങ്ങളിൽ വരരുതേ കർത്താവേ. യേശുവപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശുവപ്പ ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് യേശുവപ്പ ഞങ്ങളുടെ പാപത്തെ ഓരോ ദിവസവും മനസ്സിലാക്കി യേശുവപ്പ അടുത്ത ദിവസം നല്ലതായിട്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. യേശുവപ്പ ഈ ദൂതിനെ ഇന്ന് തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.